ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ്. എൻ്റെ പേര് ഡോക്ടർ ആശ. ഞാൻ ഗ്രാമീണ പഠന കേന്ദ്രത്തിലെ ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു പൊതുവായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഗ്രാമീണ പഠനശാലയിൽ വരുന്ന വിദ്യാർത്ഥികൾ വിവിധ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികളാണല്ലോ. അവരുടെ പഠന നിലവാരവും പല തട്ടുകളിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടി സൂട്ടബിളായിട്ട് യോജിച്ച രീതിയിൽ പൊതുവായ ഒരു കണ്ടൻ്റാണ്, പാഠഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 7 ടോപ്പിക്കോളം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടോപ്പിക്കിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് കയറുന്ന കുട്ടികൾ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സാണ്. അപ്പോൾ അത് ഞാൻ ആ കണ്ടൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഷേപ്സ് അറൗണ്ട് അസ്, ജോമെട്രിക്കൽ ഷേപ്സ്, അതിൻ്റെ പല ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ പ്രൊസീജിയർ ഓഫ് ഡ്രോയിങ് ഷേപ്സ് വിത്ത് മെഷർമെൻറ്റ്സ്, ഈ പറഞ്ഞ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതുപോലെ ഡിജിറ്റ്സ് ഓഫ് നമ്പർ, ഫ്രാക്ഷൻസ്, അങ്ങനെ 7 യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഓരോ ടോപ്പിക്കും ലെവൽ 1, ലെവൽ 2 എന്ന് പറയുന്നത് എന്തേലും അതിനെപ്പറ്റി അറിയാവുന്ന കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കണം, തീരെ അറിയാത്ത കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, അങ്ങനെ അവരുടെ ഒരു നോളജ് ലെവലിനെ, കോൺസെപ്ച്വൽ നോളജിൻ്റെ ഒരു ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് ലെവൽ 1, ലെവൽ 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളും 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികളെ നിങ്ങൾ ലെവൽ 1, ലെവൽ 2 നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അത് ആ വരുന്ന ഗ്രൂപ്പിനെ അടിസ്ഥാനമാക്കിയാണ് 2ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു അസസ്മെൻ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ 2 ലെവലിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റ്. അപ്പോൾ ഇത് ഏകദേശം അവരെത്ര സമയം കൊണ്ട് ഇത് പഠിക്കുമെന്ന് നമുക്കറിയില്ല. എങ്കിലും നമുക്ക് തുടങ്ങി നോക്കാം. എങ്ങനെ ഈ ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങി നോക്കൂ. അപ്പോൾ ഇതിൻ്റെ ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുമ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത 2-3 വീഡിയോകളിലായിട്ട് പറയാം. പൊതുവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗണിതശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ നമ്മളതിൻ്റെ പ്രൊസീജിയർ, ആ പഠന പ്രക്രിയക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ പഠിപ്പിക്കാൻ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പ്രൊസീജിയർ ഓഫ് ഡ്രോയിങ് ഷേപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ത്രികോണം വരയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഏത് സൈഡ് വരയ്ക്കും, എന്തുകൊണ്ട് ആ സൈഡ് വരയ്ക്കുന്നു, രണ്ടാമത് ഏത് സൈഡ് വരയ്ക്കുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സൈഡ് അതെടുത്തത് എന്ന് പറയുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിപ്പിക്കാൻ. അതുപോലെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് വരയ്ക്കുന്നു, 3 സെൻറ്റിമീറ്റർ നീളം, 4 സെൻറ്റിമീറ്റർ വീതിയുള്ള റെക്റ്റാങ്കുലർ ബോക്സ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെ അത് നിങ്ങൾ ബോർഡിൽ വരച്ചു കൊടുത്ത് അതുപോലെ അവരോട് വരയ്ക്കാൻ പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രൊസീജിയർ എടുത്തത്, ആദ്യം അതിൻ്റെ ഒരു നീളം വരയ്ക്കുന്നു, എന്തുകൊണ്ടാണ് അത് വരച്ചത്, അത് കഴിഞ്ഞ് രണ്ടാമത്തത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. മാത്തമാറ്റിക്സ് പഠിക്കുന്നതെന്ന് പറയുന്നത് ഉത്തരത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഉത്തരത്തിലേക്ക് എത്തുന്ന വഴിയും തുല്യ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കി വേണം പഠിപ്പിക്കാനായിട്ട്. അത് മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് എന്ത് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചാലും അവർക്ക് അത് അഡ്വാൻറ്റേജാണ്. കാരണം പഠന രീതിയാണ് അവർ പഠിക്കുന്നത്. പഠന രീതി, ഒരു കണക്കിൻ്റെ പഠന രീതി പഠിച്ചാൽ അതുപോലുള്ള ഏത് കണക്കും അവർക്ക് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് കണക്ക് പഠിപ്പിക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുട്ടികളോട് തനിയെ
മറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന പോലെ അല്ല പഠിപ്പിക്കേണ്ടത്. ഇത് തനിയെ വർക്കൗട്ട് ചെയ്ത് അവരുടെ പുറകിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അവരെ മുന്നോട്ട് നയിക്കാനായിട്ട്. അതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ഇനി ഓരോ കണ്ടൻറ്റും എങ്ങനെയാണ്, ഞാൻ 7 കണ്ടൻറ്റ് അവിടെ എഴുതിയിരിക്കുന്നത്, ഓരോ കണ്ടൻറ്റിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ അടുത്ത ഇതിൽ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.